രാഹുലിനെ തോളിലേറ്റി കോൺഗ്രസ് പ്രവർത്തകർ ജട്ടി വിപ്ലവവുമായി കേക്കച്ചൻ മുന്നോട്ട്. രാഹുലിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ തേൻകണി നെട്ടൂർ കേക്കച്ചൻ തന്റെ കളിക്കൂട്ടുകാരിയെ ഇറക്കി ആരോപണങ്ങൾ ഉന്നയിക്കുകയും രാഹുലിനെ വ്യക്തിഹത്യ ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എടുത്ത് മാറ്റുകയും ചെയ്തിട്ടും കേക്കച്ചന്റെ തിട്ടൂരങ്ങൾ കാര്യമായി എടുക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് പാലക്കാട് ഇന്നലെ പരിചയ തീർക്കുകയും അതോടൊപ്പം സജീവമായി നിൽക്കുന്ന കാഴ്ച കണ്ട് സഹിക്കവയ്യാഞ്ഞ് കേക്കച്ചൻ ഇന്നലെ ആ കന്നന്തിരിവ് കാണിച്ചു. കേക്കച്ചന്റെയും ആലപ്പുഴ കോവാലന്റെയും ഒരു പെട്ടുതാങ്ങിയെ പിടിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി. ഇങ്ങനെ ഒരു പേര് യൂത്ത് കോൺഗ്രസ്കാർ പോലും ആദ്യമായി കേൾക്കുന്നത് ഇന്നലെയായിരുന്നു. മുടിയാൻ പോകുന്ന പാർട്ടിയുടെ അധ്യക്ഷനായി ഏത് വാളിയാണെങ്കിലും മതി എന്ന നിലപാടിലാണ് കേക്കച്ചൻ. പോഷക സംഘടനകളുടെ നേതാക്കളായി പരമാവധി ഊച്ചാലുകളെ എടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തനിക്കൊരു എടുപ്പുള്ളൂ എന്ന് കരുതിയാണ് നെട്ടൂർ കേക്കച്ചൻ മിടുക്കന്മാരും കുടുംബത്തിൽ പിറന്നവന്മാരെയും ഒക്കെ വെട്ടിനിരത്തി ടീം വേട്ടാവളിയൻസ് ഉണ്ടാക്കുന്നത്. രാഹുൽ ഇരുന്ന കസേര മോഹിച്ച് നിരവധി പേർ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു എങ്കിലും അവരെ എല്ലാം തൃപ്തിപ്പെടുത്തുവാൻ അവർക്കെല്ലാം ഓരോരോ പുതിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കി നൽകി. 4 പദവികൾ യൂത്ത് കോൺഗ്രസിൽ പുതുതായി ഉണ്ടാക്കി. ബിനു ചുള്ളിയിൽ എന്ന ആലപ്പുഴൻ കോവാലക്കാരൻ്റെ പെട്ടിയെടുപ്പുകാരനായ സുഗ്രീവനെ പിടിച്ച് വർക്കിംഗ് പ്രസിഡന്റാക്കി. രമേശ് ചെന്നിത്തലയുടെ മാനസപുത്രനായ കട്ടപ്പയ്ക്കും KM അഭിജിത്തിനും ദേശീയ സെക്രട്ടറി സ്ഥാനവും നൽകി. അധ്യക്ഷ സ്ഥാനം മോഹിച്ച കട്ടപ്പയടക്കമുള്ളവരോട് ഇതുകൊണ്ട് അടങ്ങണം, പോരായെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിഗണിക്കാം എന്ന ഉറപ്പ് നൽകിയിട്ട് പോലും അല്പസമയം മുമ്പ് വ്രണഹൃദയനായ കട്ടപ്പ തന്റെ സങ്കടം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞു. ഓർക്കുക, രാഹുലിനെ വീഴ്ത്തുവാൻ രാഹുലിന്റെ വ്യക്തിവിവരങ്ങൾ കേക്കച്ചന് ചോർത്ത് നൽകിയ കട്ടപ്പയെ പോലും ഒടുവിൽ കേക്കച്ചൻ ഒതുക്കി. കാരണം അവനും നല്ലൊരു കുടുംബത്തിൽ പിറന്നവനും മിടുക്കനും കാണാൻ കൊള്ളാവുന്നവനുമാണ്. അതുകൊണ്ടാണ് കട്ടപ്പയും കേക്കച്ചന്റെ ലിസ്റ്റിൽ പെടാതെ പോയത്. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ടേമിൽ തിവിട്ടിക്കൊള്ള അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. തിടുക്കപ്പെട്ട് ബന്ധു നിയമനവും ആശ്രിത നിയമനവും കോഴ നിയമനവും ഒക്കെ നടത്തിയവരെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുമ്പോൾ അതിനെല്ലാം എതിരായി ശക്തമായ സമരങ്ങൾ നടത്താൻ ശേഷിയുണ്ടായിരുന്ന രാഹുലിനെതിരെ കേക്കച്ചന്റെ കളിക്കൂട്ടുകാരിയായ അഭിസാരികമാരെ ഇറക്കി ആരോപണം ഉന്നയിച്ച് പുറത്താക്കി. ആ ഒഴിവിലേക്കാണിപ്പോൾ ഗുണവും മണവുമില്ലാത്ത വേട്ടാവളിയന്മാരെ എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തെ ക്ഷയിപ്പിച്ച് ഇല്ലാതാക്കി പിണറായിക്ക് തുടർഭരണം ഉറപ്പിക്കുവാനുള്ള കേക്കച്ചന്റെ ജട്ടി വിപ്ലവത്തിന്റെ ഭാഗമാണിതെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല അടുത്ത ഒരു തെളിവാണിത്. ഷാഫിയെ പോലീസിനെ കൊണ്ടാക്രമിപ്പിച്ച് ആശുപത്രിയിലാക്കിയ ആ സമയം തന്നെയാണ് ഇവന്മാർ ഈ അട്ടിമറി നടത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ പാലക്കാട് ഇന്നലെ കണ്ടല്ലോ, രാഹുൽ റോഡ് ഉദ്ഘാടനത്തിന് വരുന്നതായി ഫ്ലക്സ് ബോർഡുകൾ വെച്ച ശേഷം അദ്ദേഹം ഉദ്ഘാടനത്തിനെത്തുകയും തടയുവാൻ വന്ന DYFI BJP പ്രവർത്തകർ നാണം കെട്ട് പോവുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പാലക്കാട്ടെ പിരായിരിയിൽ ഇന്നലെ റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാർ DYFI പ്രവർത്തകർ തടയുകയായിരുന്നു. പ്രവർത്തകർ കാറിന് മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ BJP പ്രവർത്തകരും മറുസൈഡിൽ കൂടി പ്രതിഷേധവുമായി എത്തി. അതേസമയം DYFI BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ രാഹുലിന് പിന്തുണയുമായി കോൺഗ്രസ് ലീഗ് പ്രവർത്തകരും സ്ഥലത്തെത്തി. പ്രതിഷേധം വകവെക്കാതെ രാഹുലിനെ കാറിൽ നിന്നിറക്കി എടുത്തുയർത്തി മുദ്രാവാക്യം വിളിച്ചാണ് DYFIയെ കോൺഗ്രസ് പ്രവർത്തകർ വെല്ലുവിളിച്ചത്. രാഹുലിനെ എടുത്തുയർത്തിയാണ് റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ആനയിച്ചു കൊണ്ടുപോയത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നാടൻ മുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. നാടൻ മുറിച്ച ശേഷം രാഹുലിനെ എടുത്തുയർത്തിയാണ് പ്രവർത്തകർ പൊതുപരിപാടി നടക്കുന്ന വേദിയിലേക്കും കൊണ്ടുപോയത്. പിരായിരി പഞ്ചായത്തിലെ പുളിങ്കുന്നം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് ഇന്നലെ നടന്നത്. രാഹുലിനെ തടയുന്നതിൻ്റെയും തടയുവാൻ DYFI പ്രവർത്തകർ എത്തിയപ്പോൾ രാഹുൽ കാറിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുന്നതും രാഹുലിനെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ചുമലിലേറ്റി കൊണ്ടുപോകുന്നതും നമുക്ക് കാണാം. ഇതൊക്കെ കണ്ട് തേൻകണി നെട്ടൂർ കേക്കച്ചന്റെ കുരു പൊട്ടാതിരിക്കുമോ? What
ഞാൻ പാലക്കാടിന്റെ MLA ആകാൻ നിങ്ങൾ ഓരോരുത്തരും ഒരവസരം തന്നതിന് ശേഷം 10 മാസമാകാം. ഈ 10 മാസം കൊണ്ട് MLA ആയി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജകമണ്ഡലത്തിലാകമാനം ഒരുപിടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാടിന്റെ MLA യോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ 139 MLA-മാർക്കും കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാറില്ല. നവകേരള സദസ്സിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ MLA-മാർക്കും ഏറ്റവും ചുരുങ്ങിയത് 7 കോടി രൂപ വീതം കൊടുത്തു. എല്ലാ പാലക്കാട് MLA-മാർക്കും കൊടുത്തു. പക്ഷെ പാലക്കാടിന്റെ MLA-ക്ക് മാത്രം ആകെ 5 കോടി 10 ലക്ഷം രൂപയാണ്. നമുക്ക് പരാതിയില്ല, പരിഭവങ്ങളില്ല. ആ 5 കോടി 10 ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് എല്ലാ MLA-മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ മേലാമുറി തൊട്ട് കുടൂര് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റ സ്ട്രെച്ച് പിരാരി പഞ്ചായത്തിനെ മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 കോടി 10 ലക്ഷം രൂപ മാറ്റിവെച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ 5 കോടി 10 ലക്ഷം രൂപ വെച്ച് നമ്മുടെ പിരാരിയുടെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടപ്പാതയും അതുപോലെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് അടക്കമുള്ള കാര്യങ്ങളുമായി 5 കോടി രൂപയ്ക്കാണ് നമ്മൾ അതിനെ സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു MLA ആയി ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് മത്സരിക്കുവാൻ ഒരു അവസരം തന്ന് പാലക്കാട് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിൽ ഒന്ന് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അസംബ്ലി ആയതുകൊണ്ട് ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ വലിയ റെന്റാണ്. സാധാരണക്കാർക്ക് അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ, അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അവരുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തണമെങ്കിൽ ഈ ഭീമമായ തുക ഓഡിറ്റോറിയത്തിന് പലപ്പോഴും കൊടുക്കുവാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ പ്രയാസം വളരെ ആഴത്തുള്ള ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാലക്കാട് MLA ആയ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചെയ്യുവാൻ ആഗ്രഹിച്ച പദ്ധതികളിലൊന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും MLA-യുടെ ഇനിഷ്യേറ്റീവിൽ വളരെ തുച്ഛമായ വാടകയ്ക്ക് റെന്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം, അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രായിരിൽ ഒരു ദിവസം പ്രായിരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള നേതാക്കന്മാർ പ്രായിരിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയം ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി ഒരു 35 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ് നമുക്ക് ഏറ്റവും അത്യാധുനികമായ നിലവാരത്തോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ആ സ്ഥലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ MLA-യുടെ ആസ്തി വികസന ഫണ്ടിനും അതുപോലെ MLA-യുടെ ഫണ്ടുകൾക്കും വിട്ടുതരാമെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയം നമുക്ക് പ്രായിരിൽ പണിയാമെന്ന്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ പ്രായിരി പഞ്ചായത്ത് ഭരണസമിതി അത് പാസാക്കി.
ബോർഡിൽ വെച്ച് അനുവാദം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം തന്നെ പ്രായിരിയില് അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഓഡിറ്റോറിയത്തിന് നമ്മൾ തറക്കല്ലിടുവാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊടുമ്പുരപ്പള്ളിയിലെ പുതിയ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലാണ് ആ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 1,45,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് വളരെ സൗകര്യങ്ങളോടുകൂടി ഒരു പുതിയ സ്കൂള് നമ്മൾ കൊടുന്തുരപ്പള്ളിയിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രായിരി LP സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അവിടേക്ക് വന്നപ്പോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ട് അവര് വിജയിക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്ലാസ് മുറികളില്ല, ഞങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും കൂടി ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ ആ സ്കൂളിന് പ്രാൈവറ്റ് സ്കൂളിന് 70 ലക്ഷം രൂപ മുടക്കി പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുവാനുള്ള തീരുമാനവും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമവികസന റോഡുകളുടെ എല്ലാ MLA-മാർക്കും വിഹിതം കൊടുത്തപ്പോൾ അതിൽ നമുക്ക് പരാതിയൊന്നുമില്ല. കേരളത്തിലെ എല്ലാ MLA-മാർക്കും കൊടുത്ത പൈസ പാലക്കാട് MLA-ക്ക് തന്നിട്ടില്ല. അതിൽ നമുക്ക് സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും പറയുന്നില്ല. ആ പണം കിട്ടിയപ്പോഴും നമ്മൾ ഗ്രാമ വികസന റോഡുകൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 2 കോടിക്കടുത്ത് രൂപയുടെ ഗ്രാമീണ റോഡുകളാണ് നമ്മൾ കൊടുത്തുരപ്പള്ളി കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നടത്തി. പല ഭാഗങ്ങളിലായിട്ട് 2 കോടി രൂപയുടെ പുതിയ റോഡുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. MLA ഫണ്ടിൽ നിന്നായാലും ഏതാണ്ട് വഴിവിളക്കുകളായും ചെറിയ റോഡുകളായി ഇതുപോലെയുള്ള റോഡുകളുമായിട്ടും ഒക്കെ ഏതാണ്ട് 3,10,00,000 രൂപയുടെ പുതിയ റോഡുകൾ രായിരി ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെ മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്താണ് പുതുക്കുളങ്ങരയിലെ കുളം ആര് കണ്ടാലും വലിയ സ്നേഹം, നീന്തൽ അറിയാത്തവർക്ക് പോലും ഒന്ന് നീന്താൻ തോന്നുന്ന തരത്തിൽ അത്ര മനോഹരമായി ഇസ്മായിൽ ഖാന്റെ അതിൽ മനോഹരമായ ഒരു കുളം. അത് മൊത്തം 2 കോടി രൂപ. 2 കോടി രൂപയ്ക്ക് പുതുക്കുളങ്ങരയില് മനോഹരമായ വിശാലമായ ഒരു കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പൊ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെയും ഉദ്ഘാടനം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന എല്ലാ ആളുകളെയും ആ ഉദ്ഘാടനത്തിന് കൂടി വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. മറ്റന്നാളിൽ മറ്റൊരു ഉദ്ഘാടനം കൂടി പറയാനുണ്ട്. മറ്റന്നാളിൽ നമ്മുടെ അംഗനവാടി ശിവേട്ടന്റെ വാർഡിൽ അമ്പലപ്പറമ്പില് ശിവേട്ടന്റെ വാർഡിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദിന്റെ വാർഡില് ഒരു സ്മാർട്ട് അംഗനവാടി മറ്റന്നാള് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് വന്ന മുഴുവൻ ആളും ഒരാൾ പോലും കുറയാതെ ആ പരിപാടിക്ക് പറ്റി ആ പരിപാടി വിജയകരമാക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. കണ്ണാടിയില് നമ്മുടെ ഭരണസമിതി അല്ല ഭരിക്കുന്നത്, പക്ഷേ അവിടെയും കണ്ണാടിയിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ മക്കൾക്ക് ഒരു മംഗളമായ ചടങ്ങ് നടത്തുമ്പോൾ അത് നടത്തുവാൻ വേണ്ടി മനോഹരമായ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിന് വേണ്ടിയും 5 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രായിരിയിൽ എവിടെ പോയാലും ഇന്നലെ ഒരു ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഷബീർക്കൊക്കെ ഇവിടെ പോയി. അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സ്ഥലം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രായിരിയില് ഫോറസ്റ്റിന്റെ ഒരു ഭൂമിയാണ്. ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങളത് പോയി കാണണം. ഒരു തുളസി ചെടി പോലും അതിനകത്തില്ല. ഫോറസ്റ്റിന്റെ ലാൻഡാണ്. ആ ഭൂമി പകരം ഭൂമി വാങ്ങിക്കൊടുക്കുക. ആ ഭൂമി സാധാരണ ഫോറസ്റ്റിന്റെ ഭൂമി എടുക്കുന്നത് അങ്ങനെയാണ്, പകരം ഭൂമി വാങ്ങിക്കൊടുക്കുകയാണ് പതിവ്. ആ ഭൂമി വിട്ടു തന്നാൽ അവിടെ ഈ ചെറുപ്പക്കാർക്ക് രായിരിയില് ധാരാളം നല്ല മനോഹരമായ സ്പോർട്സിൽ ഗെയിംസിലും ഒക്കെ എൻഗേജ് ആയിട്ടുള്ള ചെറുപ്പക്കാരും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ. ആ ചെറുപ്പക്കാർക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ളത് പ്രായിരിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രായത്തെ മാത്രമല്ല, കണ്ണാടിയുടെയും മാത്തൂരിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ആവശ്യമാണ്. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ
സംസ്ഥാന സർക്കാരാണ് തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ആ പാർട്ടിക്ക് പ്രായരീയത കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസമാണ്. അപ്പോ ആ പ്രയാസം കൂടി മാറ്റിയാൽ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നമുക്ക് എപ്പോ സ്ഥലം കിട്ടുന്നോ അപ്പോൾ തന്നെ പ്രായരിയുടെ അഭിമാനമായ ഒരു സ്റ്റേഡിയം ഉയർത്തുവാൻ 5 കോടി രൂപ നമ്മൾ അവിടെ വിനിയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നമ്മൾ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചിട്ടില്ല. ഇപ്പൊ സമരം ചെയ്ത വാർഡ് മെമ്പർമാർക്ക് അവരാവശ്യപ്പെട്ട റോഡുകളും പാലങ്ങളും ഗലികളും എല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തം അത് നിറവേറ്റിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ MLA-മാർ നമ്മുടെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരോട് ആ ജനാധിപത്യപരമായ മര്യാദ പലപ്പോഴും കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ 18,000-ലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരാളാണ്. ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ്. ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്നു. മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ വീട് കയറുമ്പോൾ മരണ വീടുകളും സുഖമില്ലാത്ത ആളുകളുടെയൊക്കെ വീടുകൾ കയറുമ്പോൾ എന്തൊരു പ്രയാസമാണ്. ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബുദ്ധിമുട്ട്. ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു. കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോൾ ചോദിക്കുന്നത്, അമ്മയോട് ചോദിക്കുന്നത്, എന്റെ കൈ എവിടെ ഉമ്മ എന്ന. ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ്, നമ്മുടെ പാലക്കാട്ടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു കാലം. അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ. പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ്. ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രം. നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായരി പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് നമ്മൾ ജയിക്കും, കേരളവും നമ്മൾ ജയിക്കും. അങ്ങനെ ജയിക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഷെബീർക്ക് ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷെബീർ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇവിടെ താഴെ പാടത്ത് ഇവിടെ ഒരു റോഡുണ്ട്. അത് നടപ്പാതെ ഒരുക്കുവാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം MLA ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. പറയുന്നില്ലല്ലോ, പ്രഖ്യാപിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഷമീറക്കയുടെ ആവശ്യം നാടിന്റെ ആവശ്യമാണ്. 10 ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകൾക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന്, നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ മുഖച്ഛായയാകെ മാറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ്. കാരണം എന്താ അറിയോ, ഈ പള്ളിക്കുളത്ത് ലൗഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സ്വർണത്തിലൊക്കെ വളരെ വിലയേറിയ വില, 1 ലക്ഷം ഉറുപ്പിക വരെയാണ് ഒരു പവന്. അങ്ങനെയുള്ള ഒരു 2.5 പവന്റെ മാല അവന് കളഞ്ഞു കിട്ടിയപ്പോ അതിന് വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി അത് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയും ആ കളഞ്ഞു പോയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരൻ
അതെ, സ്വർണത്തിന്റെ പാളികൾ ഒന്നടങ്കം മുക്കി പോക്കറ്റിലാക്കുന്ന കാലഘട്ടത്തില് നമ്മുടെ നൗഫൽ ഒരു ആരാർപ്പണ, നമ്മുടെ പ്രിയപ്പെട്ട MLA ആരാർപ്പണ അർപ്പിക്കുകയാണ്. നൗഫല് ഈ സദസ്സിലേക്ക് എത്തണം. നൗഫലെ ഏട്ടാ, ഇത് കഴിഞ്ഞിട്ടാണ് ഇനി പഠിത്തം പറ്റുള്ളൂ. ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് കല്ലല്ല, ഇപ്പൊ ഇത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. അയ്യപ്പന്റെ മൊത്തം മുതലടിച്ചു മാറ്റുന്ന ഈ രാജ്യത്ത് 2.5 പവന്റെ സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് മാതൃകയായ നൗഫലിനെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിനന്ദനങ്ങളാണ്. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.